നമ്മൾ ഇന്ന് മ്യൂസിക്കിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരിക്കും. അതുകൂടെ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക. അല്ലാണ്ട് ഇപ്പം തന്നെ ചാടി കയറി നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മ്യൂസിക്കിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിക് സ്കോളേഴ്സിൻ്റെ ഇടയിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമാം ഗസാലി തങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ബേസിക്കലി ഞാനൊരു ഇമാം ഗസാലി ഫാൻ ബോയ് ആണ്. കാരണം അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻ്റലക്ച്വൽ സ്റ്റൈലുണ്ട്. ഇങ്ങൾക്കും ഗസാലി ഇമാമിൻ്റെ ഫാൻ ബോയും ഫാൻകളൊക്കെ ആവട്ടോ. അതിനാദ്യം ഈ ജനറേഷനിലുള്ള മക്കളൊക്കെ ഗസാലി ഇമാമിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ മ്യൂസിക്കിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഓരോ പ്രയോഗങ്ങളും നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഗസാലി ഇമാമ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഗീതം എന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ പുറത്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നമ്മുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും ഭക്തിയും പേടിയുമാണുള്ളതെങ്കിൽ നല്ല അർത്ഥമുള്ള വരികളും പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിന് ഓർമ്മ വരും. അതിന് മ്യൂസിക് ഉള്ളതാണെങ്കിൽ പോലും ആ വരികൾ നമ്മളെ കരയിപ്പിക്കും. അത് അനുഭവിക്കുന്ന മനുഷ്യന്മാരുണ്ട് നമുക്ക് ചുറ്റും. നേരെ മറിച്ച് ഒരാളുടെ ഹൃദയത്തിൽ ഹറാമായ പ്രണയവും ഹറാമായ ചിന്തകളുമാണെങ്കിൽ മ്യൂസിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഗീതം എന്നത് അയാളൊരു നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കും. നല്ല വരികൾ, നല്ല ഈണത്തിൽ പാടുന്ന വോക്കൽ മ്യൂസിക്, നോട്ട് ദ പോയിന്റ്, വോക്കൽ മ്യൂസിക് ചില സാഹചര്യങ്ങളിൽ അനുവദനീയമാകും. സംഗീതം എന്നുള്ളത് ഒരു ശബ്ദമാണ്. ആ ശബ്ദം എപ്പോൾ ഹറാമാകും എന്നുള്ളതിന് ഗസാലി ഇമാം കൃത്യമായ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഹറമാത്ത്, പ്രൊഹിബിറ്റഡ് തിങ്സ്, അഥവാ അവിഹിത ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയോ അനാവശ്യമായ പ്രണയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയോ ചെയ്യുന്ന വരികളുള്ള മ്യൂസിക്കുകൾ ഹറാമാണ്. ഇപ്പോഴത്തെ പല മ്യൂസിക്കുകളും ഹറാമായ പ്രണയങ്ങളുടെയും അനാവശ്യമായ എൻ്റർടൈൻമെൻറ്റിൻ്റെയും സിമ്പലാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തതാണ് മുഷബ്ബഹാത്ത്, സിമിലാരിറ്റീസ് ഉള്ളത്. മദ്യസദസ്സുകൾക്കോ ഡാൻസ് പാർട്ടികൾക്കോ അല്ലെങ്കിൽ ആണും പെണ്ണും ഇസ്ലാമിക നിയമങ്ങളിൽ ലംഘിച്ച് വെറും ദുനിയവിയായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രത്യേക ശൈലിയിലുള്ള മ്യൂസിക്കുകളും സദസ്സുകളും ഹറാമാണ് എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് ഗഫ്ലത്ത്, അശ്രദ്ധ, ഹീഡ്ലെസ്നെസ് എന്ന് പറയും. ഒരാൾ സംഗീതം കേട്ടിട്ട് നിസ്കാരങ്ങളിലോ മറ്റ് നിർബന്ധ വിഷയങ്ങളിലോ അശ്രദ്ധനാവുകയോ ഇസ്ലാമിക ലൈഫ് സ്റ്റൈലിൽ നിന്ന് അകന്നു പോകാനുള്ള സ്വാധീനം ഉണ്ടാക്കുകയോ ചെയ്യുന്ന മ്യൂസിക്കുകളും ഹറാമാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഗസാലി ഇമാമിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് മ്യൂസിക്കിനേക്കാൾ ഉപരി അത് കേൾക്കുന്നവൻ്റെ ഇൻറ്റൻഷൻ, നിയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് സ്കോളേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണുള്ളത്. അപ്പോൾ നമ്മളാണ് ഈ വിഷയത്തിൽ ഇമാമികളുടെ അഭിപ്രായങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഉസ്താദുമാരും ആലിമീങ്ങളും മ്യൂസിക്കിൻ്റെ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ളവരാണ്. അവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന സൂക്ഷ്മതയ്ക്ക് തികച്ചും കൃത്യമായ കാരണങ്ങളുണ്ട്. അതായത് ഈ ജനറേഷനിൽ സംഗീതം കൂടുതലും മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് മറപ്പിക്കുകയും സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഇതൊരു ബേസിക് ഇൻഫർമേഷൻ മാത്രമാണ്. ബാക്കി സെക്കൻഡ് പാർട്ടിൽ വീൽ ഡിസ്കസ് ഇൻഷാ അല്ലാഹ്.